അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് വള ഉണ്ടാക്കിയല്ലോ. 3 ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ 4 മുട്ടയാണ്. 4 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ക്യാരറ്റ് വള അറിയാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് വളയാണ്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മൈദപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 10 രൂപേൻ്റെ പാൽപ്പൊടി പാക്കറ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ വെള്ളമൊക്കെ ഇല്ലാണ്ട് തന്നെ നോക്കണേ, വെള്ളമാവാണ്ട് നോക്കണം. ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാ വശത്താകുന്ന രൂപത്തിൽ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. ഇനി ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇപ്പം നല്ലോണം ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ക്യാരറ്റ് വള റെഡി ആയിട്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.